ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുൽ ക്രിസ്റ്റീന എന്ന് പേരുള്ള ഒരു പെണ്ണിനെ വിളിച്ചു വരുത്തുവാണ് കേട്ടോ. എന്നിട്ട് അവളോട് പറയുകയാണ്, നീ പറഞ്ഞാലും കൂടുതൽ ക്യാഷൊക്കെ തരാം, പക്ഷേ തിരിച്ച് കല്യാണി വരുമ്പോഴത്തേക്കും നീ ആ ജോബിൽ എങ്ങനെയുള്ള ആർസ് കൺസ്ട്രക്ഷൻ്റെ ഇപ്പോഴുള്ള ജോബ് വേക്കൻസിയിൽ കയറണം. എന്നിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ കിരണിനെയും കല്യാണീനെ എങ്ങനെയും നീ പിരിച്ചു തന്നേ പറ്റുള്ളൂ. നീ പറയുന്നതിലും കൂടുതൽ ക്യാഷെങ്കിൽ ഞാൻ തരും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്റ്റീന പറയുകയാണ്, അതൊന്നും ഓർത്ത് സാർ വിഷമിപ്പിക്കേണ്ട, പറഞ്ഞ ജോലി അതിലും നല്ല വൃത്തിയായിട്ട് ഞാൻ ചെയ്തിരിക്കുമെന്ന് പറയുകയാണ്. ആ സമയത്ത് മനോഹർ അതിൽ പാസ് ചെയ്യുമ്പോഴാണ് ക്രിസ്റ്റീനെ കാണുന്നത്. അപ്പോഴേക്കും മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇത് ക്രിസ്റ്റീനയല്ലേ, ഞാൻ മനോഹറാണെങ്കിൽ അവൾ മനോഹരിയാണ്, അവളെയും കൊണ്ട് എന്താണ് ഇയാൾക്ക് പണി, എന്തായാലും ഒന്ന് അന്വേഷിച്ചിരുന്നേക്കാം, എനിക്കിട്ടുള്ള വല്ല പണിയാണോ എന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് മനോഹർ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന കിരണിനെയാണ്. കിരണിനെ കല്യാണി വിളിക്കുവാണ്. എന്തായി എന്നൊക്കെ ചോദിച്ച് വിളിക്കുമ്പോഴേക്കും കിരണിന് ആകെ സങ്കടമാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, അത് പോയി മോളൂ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയാം, അത് സാരമില്ല, പോയെങ്കിൽ പോട്ടെ, പോയതിലല്ല വിഷമം, അത് കിട്ടിയത് കാർത്തിക ഫുഡ്സിനാണ്, കൂടെ ഉണ്ടായിരുന്നു നിൻ്റെ അനിയനും, നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ കല്യാണിക്കും ദേഷ്യം വരുന്നുണ്ട്. അയ്യമ്മ കിരൺ പറയുകയാണ്, ഇന്ന് ഞാൻ തോറ്റോടത്ത് നീ ജയിക്കണം എന്നൊക്കെ പറയുവാണ്. അതൊക്കെ കേൾക്കുമ്പോൾ കല്യാണി പറയാണ്, വിഷമിക്കേണ്ട കിരണേട്ടാ, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് മനോഹറിനെയാണ് കാണിക്കുന്നത്. മനോഹർ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ശാരിയോട് പറയാണ്, വിഷമിക്കേണ്ടമ്മേ, എല്ലാം ഒരുമാതിരി സെറ്റാണ്, പിന്നെ കുറച്ചും കൂടെ ക്യാഷൊക്കെ ഇന്ന് കയ്യിൽ നിന്ന് ഇറക്കേണ്ട വന്നു എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ശാരി പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല മോനെ, എത്രയാണെങ്കിലും അക്കൗണ്ടിൽ കിടപ്പുണ്ട്, ഞാൻ എടുത്തു തരാം എന്നൊക്കെ പറയുമ്പോഴേക്കും മനോഹർ പറയണം, പിന്നെ ഒരു കാര്യം അമ്മേ, അവർ മരിച്ചിട്ടില്ല, ICUവിലാണ് എന്ന് പറയുമ്പോഴേക്കും ശാരി, എൻ്റെ ദൈവമേ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും മനോഹർ രക്ഷപ്പെട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല, ആ CS ഒക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോഴേക്കും ശാരി പറയാം, മോൻ എന്തായാലും കാശും നഷ്ടം വരുമല്ല, അമ്മ എടുത്തരാമെന്ന് പറയുമ്പോൾ മനോഹർ പറയുകയാണ്, അതൊന്നും വേണ്ട, ഞാൻ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയാണ് കണ്ടേക്കുന്നതെന്ന് പറയുമ്പോൾ ശാരി പറയണം, അതൊന്നും വേണ്ട മോനെ, മോനിപ്പം സ്വന്തം മക്കൾ പോലും ചെയ്യാത്ത അത്ര ഉപകാരം ചെയ്യുന്നത്, പിന്നെ കാശ് തന്ന മോനെ ഞാനൊരു ബന്ധമില്ലാത്ത രീതി കണക്കാക്കുമൊന്നുമല്ല, മോന് എന്തായാലും ഞങ്ങളെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകും, ഒരുപാട് ബിസിനസ്സൊക്കെ ഉള്ളത്, മോന് കാശിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി മോൻ്റെ കയ്യിൽ നിന്ന് കാശ് പോരുമെന്ന് എനിക്കുള്ളൂ എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ മനോഹറിൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമാവുകയാണ്. അത് കഴിയുമ്പോൾ ശാരി പറയാണ്, അവളെല്ലാം ഒന്ന് മറന്നുപോയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയാം, കൂടെ അവരൊക്കെ ഉണ്ടല്ലോ, ചോദിച്ചു വല്ലതും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നെന്നൊക്കെ സംശയം കാണാതിരിക്കുമോ എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് ഇവർ സംസാരിക്കുന്നുണ്ട്, സരി വരുവാണ് കേട്ടോ. പെട്ടെന്ന് അവർ വിഷയം മാറ്റുവാണ്. എന്നിട്ട് മനോഹർ പറയാം, മോളുടെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം എന്ന് പറയുമ്പോഴേക്കും സരി പറയാം, അച്ഛൻ്റെ കാര്യം ഓർത്താ, അതെന്തായാലും വിട്ടേക്ക് മനുവേട്ടാ, അതെന്തായാലും ഇനി ശരിയാവാൻ പോകുന്നില്ല, നമുക്ക് ഒരുമിച്ച് പോവാം അമേരിക്കയ്ക്ക്, അതേ ഇനി നടക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴേക്കും മനോഹർ എന്നിട്ട് ക്രിസ്റ്റീനെ കാണുവാണ്. അപ്പോഴേക്കും ക്രിസ്റ്റീന എടാ മുരുക എന്നൊക്കെ വിളിക്കുമ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട്, നീ എൻ്റെ പേരൊന്നും വിളിക്കണ്ട, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രാഹുൽ ഒരു കൊട്ടേഷൻ തന്ന കാര്യമൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും പറയുകയാണ്, അയാളായതുകൊണ്ട് പറയുക, കാശൊക്കെ വേണമെങ്കിൽ നേരത്തെ മേടിച്ചോ, അല്ലെങ്കിൽ ഒരു രൂപ കിട്ടാൻ പോകുന്നില്ല, പുള്ളിയാണ് ഇപ്പോഴത്തെ എൻ്റെ അമ്മായിയപ്പൻ എന്നൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ പറയുവാണ്. എന്നിട്ട് കാര്യം എന്താണെന്ന് നൈസായിട്ട് ക്രിസ്റ്റീനയുടെ കയ്യിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുവാണ്. അപ്പോൾ മനോഹറിന് മനസ്സിലാവുകയാണ്, മനോഹറിനും കൂടെ കൂടിയിട്ടുള്ള എതിരെയുള്ള പ്ലാനിങ് ആണ്. നൈസായിട്ട് കിരണിനെയും കല്യാണിയും തിരിച്ചിട്ട് മനോഹറിനെ അവിടെ നിന്ന് പുറത്താക്കി മകളെ കിരണിൻ്റെ കൂടെ സെറ്റാക്കാനുള്ള പ്ലാനാണ് രാഹുലിൻ്റെന്ന് മനസ്സിലാവുകയാണ്. അപ്പോഴേക്കും മനോഹർ പറയുകയാണ് ക്രിസ്റ്റീനോട്, പക്ഷേ നീ വന്ന കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആ പെണ്ണ് ഈ യുഗത്തിലൊന്നും ജനിക്കേണ്ടതല്ല, പിന്നെ അവളും അവനും തമ്മിലുള്ള സ്നേഹം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം തമ്പുരാന് പോലും പറയാൻ പറ്റും അവരൊരിക്കലും പിരിയുകയല്ല, അതുപോലെ എന്നൊക്കെ പറഞ്ഞ് ബെറ്റ് വെക്കുവാണ് കേട്ടോ. 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ്. അപ്പോഴേക്കും ക്രിസ്റ്റീന പറയാം, നടക്കുകയില്ലാത്തൊരു കാര്യത്തിന് നീ ബെറ്റ് വെക്കുള്ളൂ എന്ന് എനിക്കറിയാം, എന്തായാലും ഇത് ഞാനൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് എന്തായാലും 3 മാസത്തിനുള്ളിൽ 2 പേരെയും പിരിച്ച് കാണിക്കും എന്ന് പറയണം കേട്ടോ. അപ്പം മനോഹർ പറയാം, ശരി, നീ നോക്ക്, നീ ട്രൈ ചെയ്തില്ല എന്ന് വേണ്ട, എന്തായാലും അവനും അവളും എനിക്കിട്ട് നല്ല പൊട്ടിയിലൊക്കെ പൊട്ടിച്ചിട്ടുള്ളതാണ്, അതിൻ്റെ ഒരു പ്രതികാരമായിട്ട് എനിക്കും ഇത് എടുക്കാം, അവർ പിരിഞ്ഞാലെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ക്രിസ്റ്റീന പറയണം, വെറും 3 മാസം സമയം മതി, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ച് കാണിച്ചിരിക്കും, നീ 10 ലക്ഷം രൂപ എടുത്തു വെച്ചോ എന്ന് തിരിച്ച് മനോഹറിനോട് പറയുവാണ് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.